9 വയസ്സുകാരിയെ 4 വർഷം തുടർച്ചയായി പീഡിപ്പിച്ച കേസിൽ ഗുണ്ടാ നേതാവിന് 86 വർഷം കഠിന തടവ്. തിരുവനന്തപുരം കുടപ്പനക്കുന്ന് സ്വദേശി ലാത്തി രതീഷ് എന്ന രതീഷ് കുമാറിനെയാണ് ശിക്ഷിച്ചത്. 75,000 രൂപ പിഴയും ഒടുക്കാനുമുണ്ട്. തിരുവനന്തപുരം നഗരത്തിലെ സ്ഥിരം പ്രശ്നക്കാരനായ ഗുണ്ടയാണ് പീഡനക്കേസിൽ തടവറയിൽ അടയ്ക്കപ്പെട്ടത്. കുടപ്പനക്കുന്ന് സ്വദേശി ലാത്തി രതീഷ് എന്ന രതീഷ് കുമാർ 9 വയസ്സുകാരിയെ 4 വർഷം നിരന്തരം പീഡിപ്പിച്ചെന്ന കേസിലാണ് ശിക്ഷിക്കപ്പെട്ടത്. 86 വർഷം കഠിന തടവും 75,000 രൂപ പിഴയുമാണ് ശിക്ഷ. തിരുവനന്തപുരം അതിവേഗ പ്രത്യേക കോടതി ജഡ്ജി ആർ രേഖയാണ് ശിക്ഷ വിധിച്ചത്. പിഴ ഒടുക്കിയില്ലെങ്കിൽ 19 മാസം അധിക തടവും അനുഭവിക്കണം. 2015 മുതലാണ് പെൺകുട്ടിയെ പ്രതി പീഡനത്തിനിരയാക്കി തുടങ്ങിയത്. വീടിന്റെ ടെറസിൽ വെച്ചായിരുന്നു ആദ്യം ഉപദ്രവിച്ചത്. പിന്നീട് കാറിൽ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചു. മറ്റൊരു ദിവസം കുട്ടിയെ ഭീഷണിപ്പെടുത്തി പ്രതി സ്വകാര്യ സ്ഥാപനത്തിലെ സാധനങ്ങൾ മോഷ്ടിക്കാൻ നിയോഗിച്ചു. മോഷണത്തിനിടെ സ്ഥാപനത്തിലെ ജീവനക്കാർ പെൺകുട്ടിയെ പിടികൂടി. ലാത്തി രതീഷാണ് തന്നെ മോഷണത്തിന് വിട്ടതെന്നും നിരന്തരം ലൈംഗിക പീഡനം നടത്തുന്ന കാര്യവും പെൺകുട്ടി തുറന്നു പറഞ്ഞു. പേരൂർക്കട പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തി പ്രതിയെ നിയമത്തിന് മുന്നിൽ ഹാജരാക്കി. തുടർച്ചയായി 2ാം ദിവസമാണ് തിരുവനന്തപുരം അതിവേഗ പ്രത്യേക കോടതി പോക്സോ കേസുകളിൽ കനത്ത ശിക്ഷ നൽകുന്നത്. ഇന്നലെ ആൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ പൂജാരിയായ ഉണ്ണികൃഷ്ണനെയും ശിക്ഷിച്ചിരുന്നു. 20 വർഷം കഠിന തടവും 75,000 രൂപ പിഴയുമായിരുന്നു ആ കേസിൽ ശിക്ഷ. ഇരു കേസുകളിലും സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ RS വിജയമോഹനും അതിയന്നൂർ RY അഖിലേഷുമാണ് ഹാജരായത്. വിധിന്യായത്തിൽ ജഡ്ജി കൃത്യമായി പറയുന്നുണ്ട്, പ്രതിയുടെ ഇത്തരം ഒരു പ്രവൃത്തി ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. സമൂഹത്തിലുള്ള ഒരു വെല്ലുവിളിയാണ് പ്രതി നടത്തുന്നത്. ഇത്രയും ആൻറ്റി സോഷ്യൽ ആക്ടിവിറ്റീസ് ചെയ്യുന്നൊരു പ്രതി ഇങ്ങനെ കുട്ടിയെ പീഡിപ്പിച്ചത് ഒരിക്കലും അംഗീകരിക്കാനാവില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇത്രയും വലിയൊരു ശിക്ഷ കോടതി കൊടുക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്നലെ ഉള്ളതും ശിക്ഷയും അതുപോലെ തന്നെയായിരുന്നു. ഒരു 7 വയസ്സുകാരനായ ഒരു കുട്ടിയെ, അത് കുട്ടിയുടെ ഒരു അടുത്ത ബന്ധുവാണ്. കുട്ടിയുടെ അപ്പൂപ്പൻ കോവിലിലെ ക്ഷേത്രത്തിലെ പൂജാരിയാണ്. പൂജാരിയായ പ്രതിയുടെ പേര് ഉണ്ണികൃഷ്ണൻ എന്നാണ്. ആ ഉണ്ണികൃഷ്ണന് ഏകദേശം 20 കൊല്ലം ശിക്ഷ ആണ് കോടതി വിധിച്ചത്. അത് ആ പ്രതിയുടെ പ്രായം വെറും 23 വയസ്സായിരുന്നു. അപ്പോൾ പ്രായം കണക്കിലെടുത്തുകൊണ്ടാണ് കുറഞ്ഞ ശിക്ഷ കൊടുത്തത്. അങ്ങനെ 2 ദിവസത്തിനുള്ളിൽ ഈ 2 പ്രധാനപ്പെട്ട വിധികളാണ് ഈ കോടതിയിൽ വന്നിട്ടുള്ളത്. ശിക്ഷിക്കപ്പെട്ട ലാത്തി രതീഷിന്റെ മുൻകാല കുറ്റകൃത്യങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ടായിരുന്നു കോടതിയുടെ വിധി. കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കാതിരിക്കാനും സമൂഹത്തിന് ശക്തമായ സന്ദേശം നൽകാനുമാണ് പ്രതിക്ക് കനത്ത ശിക്ഷ നൽകുന്നതെന്ന് വിധിന്യായത്തിൽ പറയുന്നു. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.